الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരാകുന്ന മുൻഗാമികൾ ഓരോ ദിവസവും പൊട്ടിവിടരുമ്പോ അവർ പറയുമായിരുന്നു, യാ ഇബ്ന ആദം അന യൗമുൻ ജദീദ്. മുൻഗാമികൾ പറയുന്നത് ഓരോ പുതുദിവസങ്ങളും ഓരോ മനുഷ്യരോടും വിളിച്ചു പറയുന്നുണ്ട്, യാ ഇബ്ന ആദം, ഓ മനുഷ്യരെ, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. എല്ലാ ദിവസവും നമ്മോട് എല്ലാവരോടും വിളിച്ചു പറയുന്നു, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. പുതിയ ഉന്മേഷത്തോടെ പുതിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ സജ്ജമാകേണ്ടതുണ്ട്. വഅല അമലുക ഷഹീദ്, എല്ലാ ദിവസവും നമ്മോട് പറയുന്നു, വഅല അമലുക, നിന്റെ സർവ പ്രവർത്തനങ്ങൾക്കും ഷഹീദുൻ, ഞാൻ സാക്ഷിയ. നീ ഇന്നത്തെ ദിവസം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം പറയുന്നുണ്ടോ, ആ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ നന്മയായാലും തിന്മയായാലും ഷഹീദുൻ, എല്ലാത്തിനും ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട്
എന്റെ ഈ ദിവസത്തിലുള്ള മുഴുവൻ സെക്കൻഡുകളെയും മിനിറ്റുകളെയും നിനക്ക് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ നിലക്കൊക്കെ നീ ഉപയോഗപ്പെടുത്തണം. കാരണം ഞാനെന്ന ദിവസം അന്ത്യനാൾ വരെ ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് മഹാന്മാർ പറയുന്നു, ദിവസം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട, നമുക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നാം മുൻകൂട്ടി പ്ലാൻ ചെയ്യാറുണ്ട്, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യാറുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച എവിടെയെല്ലാം പോകണം, എന്തെല്ലാം ചെയ്യണം, ഭൗതികമായ വിഷയത്തിൽ ഓരോ ദിവസവും ചെയ്യേണ്ടത് നാം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യുകയും അതിനെക്കുറിച്ച് തയ്യാറെടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നാളെ പരലോകത്തിന് വേണ്ടി മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഓരോ ദിവസവും ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, നേരം വെളുത്താൽ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നത് കൊണ്ടാണ് ആരംഭിക്കേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓതി തീർക്കണം, ഇന്ന ദിക്റുകളെല്ലാം എനിക്ക് ചൊല്ലി തീർക്കണം. ഇത്തരത്തിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരു കൃത്യമായ ഒരു പ്ലാൻ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നാം തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന ഒരു ആലോചന. വിശുദ്ധ റമദാൻ വരികയാണ്. ആ റമദാനിന്റെ മുമ്പേ ഓരോ ദിവസവും ചെയ്യേണ്ട കൃത്യമായ അഅ്മാലുകളുടെ പ്ലാൻ തയ്യാറാക്കുകയും എന്നിട്ട് അതിനു വേണ്ടി കൃത്യമായി തയ്യാറെടുപ്പും പ്രാർത്ഥനയോടുകൂടെ ഓരോ ദിവസത്തിലേക്കും ഞാനും നിങ്ങളും പ്രവേശിക്കാറുണ്ടോ എന്ന് ആലോചിക്കുക. എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃകയുണ്ടെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ഒരു ദിവസം എങ്ങനെയാകണം എന്ന് മഹാനായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എല്ലാ ദിവസവും ചെയ്യേണ്ടത്, ഓരോ ദിവസവും ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങളല്ല, നമ്മുടെ മരണം വരെ അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകുന്ന ആ നിമിഷം വരെയും എല്ലാ ദിവസവും ഒരു ദിവസവും പോലും ഒഴിവാകാതെ നാം ചെയ്തു തീർക്കേണ്ട കൃത്യമായ ഒരു പ്ലാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരിച്ചറിയയിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഉറക്കം ചെറിയ മരണമാണെന്നും ആ ഉറക്കിൽ നാം ശ്രദ്ധിക്കണമെന്നും അതല്ലെങ്കിൽ അള്ളാഹു പിടിച്ചെടുത്ത ആ ആത്മാവിനെ എങ്ങാനും അള്ളാഹു വിട്ടുതരാതെ അവനവിടെ പിടിച്ചു വെക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഉറക്കം ശ്രദ്ധിക്കണം എന്ന് നാം ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർഭാഗത്തിലേക്ക് വരികയാണ്. ഉറക്കിൽ നാം ശുദ്ധിയോടുകൂടെ വൃത്തിയായി ചൊല്ലേണ്ടതെല്ലാം ചൊല്ലി നാം വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് നാം കിടന്നുറങ്ങുകയാണ്. അള്ളാഹു പിടിച്ചു വെച്ച ആത്മാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തന്നു. നേരം വെളുത്ത ഉടനെ ഏതൊരു വിശ്വാസിയാണെങ്കിലും അവന്റെ നാവിൽ നിന്ന് ആദ്യമായി വരേണ്ട വർത്തമാനം അൽഹംദുലില്ലാഹ് എന്നതാണ്. അൽഹംദുലില്ലാഹ് എന്ന വർത്തമാനമാകണം. കണ്ണ് തുറന്നാൽ അതെപ്പോൾ ഉറങ്ങിയിട്ട് നമ്മൾ ഉണരുകയാണെങ്കിലും, അത് അർദ്ധരാത്രിക്ക് തഹജ്ജുദിന്റെ സമയത്താകട്ടെ അല്ലെങ്കിൽ സുബ്ഹിന്റെ തൊട്ടു മുമ്പാകട്ടെ, എപ്പോൾ ഉണരുകയാണെങ്കിലും ആ ഉണരുമ്പോൾ ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ നമ്മളൊക്കെ പഠിച്ചു വെച്ചതാണ്, കാണാതെ പഠിക്കേണ്ടവരാണ് നിർബന്ധമായും. കാരണം ജീവനുള്ള എല്ലാ ദിവസവും ഒരു ദിവസവും വിട്ടുപോകാതെ ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അതുകൊണ്ട് നമ്മൾ മനഃപ്പാഠമാക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്റുകളുടെ കൂട്ടത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ ദിക്റുകൾ ചൊല്ലിയതായി കാണാം. അത് പല സന്ദർഭങ്ങളിൽ റുകൂഇലും സുജൂദിലും ഒക്കെ വിവിധങ്ങളായ പ്രാർത്ഥനകളുണ്ട്. അതേപോലെ ഉറക്കിൽ നിന്ന് ഉണർന്നാലുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളുണ്ട്.
അതുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു, നാം ഒരു പ്രാർത്ഥന മാത്രം, നമുക്ക് സാധാരണ നമ്മള് ഇപ്പൊ റുക്കോയിൽ നമ്മൾ പഠിച്ച സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല, അത് മനപ്പാടാക്കാൻ സുഖ, ചെറിയ പ്രാർത്ഥനയാ, ചെറിയ ദിക്ര. അതുകൊണ്ട് നമ്മൾ അത് മാത്രം ചൊല്ലി അത് മാത്രം ദായിമാക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ലെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. വിവിധങ്ങളായ ദിക്റുകൾ പഠിപ്പിച്ചെടുത്ത് ആ വിവിധങ്ങളായ ആ ദിക്റുകൾ അങ്ങനെ തന്നെ പഠിച്ച് ഇപ്പം കുറെ ദിവസം കഴിയുമ്പോ എല്ലാ ദിവസവും ഇത് ചെല്ലാം, എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസോ അതല്ലെങ്കിൽ ഇടവ് വിട്ടോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റു ദിക്റുകളും നാം ചൊല്ലേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇത്തിബാഅ് പൂർണ്ണമാവുക. വിവിധങ്ങളായ പ്രാർത്ഥനകൾ, ദിക്റുകൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നമുക്കുണ്ടാകും. വിശദമായി പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഒരു ദിക്റും കൂടെ പറയാം. വളരെ അർത്ഥവത്തായ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ വിവിധങ്ങള് ഉണർന്നാൽ ചൊല്ലിയിരുന്ന പ്രാർത്ഥന നമ്മളൊക്കെ മനഃപ്പാഠമാക്കി വെക്കുകയും ചെയ്യുക. ഏതാണത്? അൽഹംദുലില്ലാഹില്ലദീ അഅഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അവിടെയും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. എങ്ങനത്തെ അല്ലാഹുവാണ്? അല്ലദീ, ഒരുവനാണ്. അഅഫാനി ഫീ ജസദി, എന്റെ ശരീരത്തിന് സുഖം നൽകിയ, എന്റെ ശരീരത്തിന് നല്ല സൗഖ്യം നൽകിയ, എനിക്ക് വീണ്ടും ജീവിക്കാൻ അവസരം നൽകിയ അല്ലാഹുവേ നിനക്കാണ് സ്തുതി. വറദ്ദ അലയ്യ റൂഹി, എന്റെ ആത്മാവിനെ വീണ്ടും എനിക്ക് തന്നെ തിരിച്ചു തന്ന അല്ലാഹുവേ നിനക്കാണ് സ്തുതി. വഅദിന ലീ ബിദിക്രി, അല്ലാഹുവേ നിന്നെ ഓർക്കാനും നിനക്ക് ദിക്ർ ചൊല്ലാനും നിനക്ക് നിസ്കരിക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും ഒക്കെ നിനക്ക് ആരാധനകൾ നിർവഹിക്കാൻ അല്ലാഹുവേ എനിക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ആ അല്ലാഹുവിനാണ് സ്തുതി എന്ന അർത്ഥമുള്ള മഹനീയമായ ആ ദിക്റും വിശ്വാസികളാകുന്ന നമ്മളൊക്കെ പഠിച്ചു വെക്കുക. അതിനൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തുക. ഇതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഇനി എപ്പോഴാണ് ഉണരേണ്ടത്? പല ആളുകളും അലാറം വെക്കാറുണ്ട്. സുബഹിന്റെ ബാങ്ക് നോക്കും, 5:20 ആണെങ്കിൽ 5:20, എന്നിട്ട് 5:20 ഒരു തൊട്ട് മുമ്പോ അതല്ലെങ്കിൽ 5:20 കഴിഞ്ഞിട്ട് ഒരു 5:10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ജമാഅത്തുണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിൽ ഒന്നെടുക്കാനൊക്കെ കുറച്ച് സമയം 5 മിനിറ്റ് മതി. അതുകൊണ്ട് അതിന്റെ ഇടയിലുള്ള ഒരു സമയം അലാറം വെച്ചുകൊണ്ട് എഴുന്നേറ്റ് സുബ്ഹി ബാങ്കിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ പല ആളുകളിലും കാണാവുന്നതാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും സുബ്ഹി നമസ്കാരം ബാങ്ക് കൊടുത്തതിന്റെ ശേഷം എഴുന്നേറ്റത് ഹദീസുകളിൽ കാണാൻ കഴിയില്ല. മറിച്ച് നമ്മൾ വിചാരിച്ച, നമുക്ക് വേണ്ടി ഓരോരുത്തരും ആലോചിക്കേണ്ടതാ, ഞാൻ എപ്പോഴാണ് എഴുന്നേൽക്കാറുള്ളത്? സുബ്ഹിന്റെ ബാങ്കിന്റെ മുമ്പാണോ ശേഷമാണോ? ശേഷമാണെങ്കിൽ അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. മറിച്ച് പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുക. അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടുതൽ ചര്യയിൽ കാണാൻ കഴിയുന്നത്. ആ രാത്രിയുടെ 1/3 ഏറ്റവും അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കും. നമുക്ക് അത്രയൊന്ന് ഏറ്റവും കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു രാത്രി ഒരു 2 മണിക്കോ അല്ലെങ്കിൽ 2:30-കോ 1 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അത് ഏറ്റവും ഉത്തമം തന്നെയാണ്. ഏറ്റവും അഫ്ളലായ ശൈലി അതാണ്. ഇനി അതിനൊന്നും കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും സുബ്ഹിക്ക് നമ്മൾ എഴുന്നേൽക്കും. നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പ്, ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. കാരണം ഏതായിരുന്ന സുബ്ഹിക്ക് അപ്പൊ ഉറക്കിന് സമയം കിട്ടുന്നില്ല എന്നതാണ് കാരണമെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന ആ സമയം ഇപ്പൊ സാധാരണ 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ അതൊരു അരമണിക്കൂർ നേരത്തെ ആക്കണം, 9:30 ആക്കിയാൽ മതി. എന്നാൽ കാരണം അങ്ങനെ അതാണ് സുന്നത്തുമുള്ളത്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് സുന്നത്ത്. അതുകൊണ്ട് ബാങ്കിന്റെ മുമ്പേ ഉണരുക എന്നത്, സുബ്ഹിക്ക് മുമ്പ് തന്നെ ഉണരുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ സുബ്ഹിയും കഴിഞ്ഞെഴുന്നേൽക്കുന്ന ആളുകളുണ്ട്, അവരെ കുറിച്ചൊന്നും പറയാനില്ല. ചില ആളുകൾ സുബ്ഹി തന്നെയും നിസ്കരിക്കാത്തവരുണ്ട്. സുബ്ഹിന്റെ സമയത്ത് പോലും വീടുകൾ
വീടുകളിൽ ലൈറ്റുകൾ തെളിയാത്ത മുസ്ലിം നാമധാരികളുടെ വീടുകളുണ്ട്. അത്തരത്തിലൊന്നും വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടാനും പാടില്ല. അപ്പൊ നേരത്തെ എഴുന്നേൽക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. ഇനി ബാങ്കിന്റെ മുമ്പേ എഴുന്നേറ്റ് ഉടനെ അള്ളാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പ്രവാചകൻ മിസ്വാക്ക് ചെയ്യും. അതാണ് പിന്നീട് ഉടനെ ചെയ്യേണ്ട സുന്നത്ത്, മിസ്വാക്ക് ചെയ്യുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെ ഉടനെയും വുളൂഇലും ഞാൻ മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധമായും അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്നത് വളരെ പ്രബലമായ സുന്നത്താണ്, നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് നാം അറിയുക. അപ്പൊ ഇതൊക്കെ പറയുന്നതില്ല, സാധാരണ പല്ലേക്കാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല, അല്ലെ? പക്ഷെ ഈ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്നതാണെന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് പ്രതിഫലം കിട്ടും. അല്ലാതെ വെറുതെ വെച്ചെടുത്ത് ഗോൾഗേറ്റ് എടുത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലേക്കാണെങ്കിലോ അതിന് കൂലിയൊന്നും ഉണ്ടാവില്ല. ഏതൊരു പ്രവർത്തനങ്ങൾക്കും നിയ്യത്തുണ്ടാകണം. എന്റെ റസൂൽ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മിസ്വാക്ക് ചെയ്യുന്നു. ഈ ഒരു നിയ്യത്ത് ആ സമയത്ത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ ഓരോ പല്ലുതാക്കലിനും പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതിഫലമുണ്ട് എന്ന ഒരു കൃത്യമായ തിരിച്ചറിവ് തീർച്ചയായും നമുക്കുണ്ടാകണം. ഇനി മിസ്വാക്ക് ചെയ്തിട്ടോ അടുത്തത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂഅ് ചെയ്യുമായിരുന്നു എന്ന. ഇന്ന് നമുക്കറിയാം നമ്മൾ വുളൂഅ് ചെയ്തവരാണ്. പക്ഷേ വുളൂഉമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഹദീസുകളുണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കൂ. വുളൂഅ് ചെയ്യാൻ മാത്രമല്ല പറഞ്ഞത്, മറിച്ച് റസൂലുള്ളാഹിയുടെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു പരാമർശമുണ്ട്, ഫഅഹ്സനൽ വുളൂഅ്, നിങ്ങൾ വുളൂഇനെ നന്നാക്കണം എന്ന് റസൂലുള്ളാഹിന്റെ കൽപ്പന. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ വുളൂഅ് ചെയ്തു എന്ന് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ വുളൂഅ് ചെയ്തിട്ടുണ്ട്, രണ്ടാള് വർത്താനം പറഞ്ഞിങ്ങനെ വന്നു, ഹൗദങ്കരയിലെത്തി, അവിടെ ഒരാൾ അപ്പുറത്ത് നിന്ന് ഒരാൾ ഇപ്പുറത്ത് നിന്ന് അവരിങ്ങനെ കഥ പറഞ്ഞിട്ടാ വന്നത്. ആ കഥ ഇങ്ങനെ തുടരുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്, മുഖം കഴുകുന്നു, വായിൽ വെള്ളം കൊപ്പിച്ചു വുളൂഅ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വുളൂഅ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ വുളൂഇലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞോ എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ വുളൂഅ് ചെയ്യണമെന്നല്ല, ഫഅഹ്സനൽ വുളൂഅ, നിങ്ങളുടെ വുളൂഅ് നിങ്ങൾ നന്നാക്കണം. വുളൂഅ് എന്ന് പറയുന്നത് ആരാധനയാ. നിസ്കാരം ആരാധനയായതുപോലെ നോമ്പ് ആരാധനയായതുപോലെ നാം വുളൂഅ് ചെയ്യുന്നത് നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള മഹനീയമായ ഒരു ആരാധനയാണ് എന്ന ഒരു കൃത്യമായ ചിന്ത. അതുകൊണ്ട് ഭൗതികമായ മറ്റു വർത്തമാനങ്ങളിൽ നിന്ന്, മൊബൈലുകളിലൂടെയുള്ള മറ്റുള്ള ആ ദുന്യവിയായിരിക്കുന്ന ചിന്തകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ടാകണം നാം വുളൂഅ് ചെയ്യേണ്ടത്. വുളൂഅ് ചെയ്യേണ്ട അവയവങ്ങളിലെല്ലാം വെള്ളമെത്തി എന്ന് ഉറപ്പാക്കുക. കൈമുട്ടുകൾ, കാലിന്റെ ഞെരിയാണി, മടമ്പുംകാല്, അതുപോലെ താടിയുടെ ഉൾഭാഗങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി വെള്ളം എത്തി എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോഴേ നമ്മുടെ വുളൂഅ് നല്ല വുളൂഅ് ആകൂ. അല്ലാത്തതിനും എന്ത് പറയാ, പേരിന് വുളൂഅ് എന്ന് പറയാ, പക്ഷെ ഒരിക്കലും നമ്മുടെ വുളൂഅ് നല്ല വുളൂഅ് ആകില്ല. ഇനി ഒരാള് നല്ല നിയ്യത്തോടു കൂടെ എല്ലാ അവയവങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇതൊരാരാധനയാണ് എന്ന ചിന്തയോടുകൂടെയാണ് വുളൂഅ് എടുക്കുന്നതെങ്കിലോ അതിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളക്കണക്കിന് പറഞ്ഞതായി നമുക്ക് കാണാം. മൻ തവല്ലഅ, ആരെങ്കിലും വുളൂഅ് ചെയ്തു നോക്കുന്നത്, ഫഅഹ്സനൽ വുളൂഅ്, അല്ലാഹുവിന്റെ റസൂൽ തുടർന്ന് പറയുന്ന ഒരാൾ വുളൂഅ് ചെയ്തു, ആ വുളൂഇനെ ഫഅഹ്സന, അവന്റെ വുളൂഇനെ അവൻ നന്നാക്കി, നല്ല നിലയ്ക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ച് അവയവങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരാൾ വുളൂഅ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം എന്താ? വെറും ഒരു കൈകാലുകൾ കഴുകലല്ല അത്. ഫഖറജത് ഖത്വായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, അവന്റെ ശരീരമാസകലം, അവന്റെ എല്ലാ ചെറുഭാഗങ്ങളും ആ വുളൂഇന്റെ ആ അവയവങ്ങളിൽ നിന്ന് വെള്ളം താഴോട്ട് ഊർന്നു വീഴുന്നതിനനുസരിച്ച് അവന്റെ ശരീരത്തിലെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വുളൂഇലൂടെ നമ്മുടെ കൈകാലുകളുടെ മുഖം കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ചെവി കൊണ്ട് കേട്ട കണ്ട എല്ലാ ചെറുപാപങ്ങളും അതോടുകൂടെ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, നിന്റെ നഖത്തിന്റെ താഴ്ഭാഗത്തുകൂടെ പോലും, നിന്റെ നഖത്തിന്റെ താഴ്ഭാഗത്തിലൂടെ പോലും
തെറ്റുകൾ പുറത്തു പോകുന്നുണ്ട് ആ വുളൂ കാരണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതാ വയർഫഉ ബിഹി ദറജ, തെറ്റുകൾ പൊറുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങളുടെ പദവികൾ നാളെ പരലോകത്ത് ഉയർത്തപ്പെടണം. എല്ലാവരും സ്വർഗത്തിൽ നാളെ ഒരേ പദവിയിലല്ല, എല്ലാവരും സ്വർഗത്തിലാണെങ്കിൽ പോലും അവിടെ വിവിധങ്ങളായിരിക്കുന്ന പദവികളിലായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. സ്വഹാബത്തിനോട് റസൂലുള്ള ചോദിക്കുക, സ്വഹാബത്തെ വയർഫഉ ബിഹി ദറജ, നാളെ പരലോകത്ത് നിങ്ങളുടെ പദവി ഉയരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നബി അതിന് ആഗ്രഹമില്ലാത്തവരാരാ? പാപങ്ങൾ പുറത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണം, അവിടെ ഉന്നതമായ പദവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരാരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഈ ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ ജീവിതത്തിന്റെ മരണം വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ഒന്ന്, ഇസ്ബാഉൽ വുളൂ, നിങ്ങൾ വുളൂഇന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിടെ മനസ്സ് ചാഞ്ചല്യമാറാൻ പാടില്ല. മറ്റേതെങ്കിലും ഒരു ചിന്ത കടന്നു വരാതെ ഏത് സമയത്തും വുളൂ ഉള്ളവരായി മാറാൻ കഴിവിന്റെ പരമാവധി വുളൂഇനെ പുതുക്കാൻ കഴിയുന്ന ആളുകൾ അവർക്ക് തീർച്ചയായും പാപങ്ങൾ പൊറുക്കപ്പെടും, അവരുടെ പദവികൾ ഉയർത്തപ്പെടും. ഒന്ന്. രണ്ടാമത്തെ വിധങ്ങൾ പറഞ്ഞത് പള്ളികളിലേക്കുള്ള നടത്തം വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ കാണാം, പള്ളികളിലേക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ സ്വഹാബത്ത് എത്രമാത്രം അവരുടെ ചവിട്ടടികൾ വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രത്തോളം വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന്. സ്പീഡിൽ നടന്നു പോകാം, ഒരു 10 കാലടി കൊണ്ട് പള്ളിയിലെത്താൻ കഴിയുന്ന സ്വഹാബത്ത് അതെങ്ങനെയെങ്കിലും ഒരു 20 ചവിട്ടടി കൊണ്ടെത്താൻ കഴിയോ അത്രയും പതിയെ പോവുക. കാരണം എന്താ? ഓരോ ചവിട്ടടിക്കും ഒരു ചവിട്ടടി വലത് ചവിട്ടടി വെച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, ഇടത് കാൽപാദം എടുത്തു വെക്കുമ്പോ അവന്റെ പദവികൾ ഉയർത്തപ്പെടുന്നു എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് പറഞ്ഞു കൊടുത്തത് ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം വരെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം. വലിയ പണിയൊന്നും പോയിട്ട് കാര്യമായിട്ട് ഒരു പണിയൊന്നുമില്ല, വെറുതെ സ്വറ പറഞ്ഞിരിക്കല. എന്നാൽ ദുഹർ കഴിഞ്ഞിട്ട് അസർ വരെ അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് പള്ളിയിൽ തന്നെ ഖുർആൻ പാരായണം ദിക്റുകളൊക്കെ ആയിട്ട് മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ വരെ അതിന്റെ ഇടയിൽ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ കാത്തിരിക്കുക എന്നതും ഇതിന് കാരണമാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല നാ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പല്ല് തേച്ച് ഈ വുളൂ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങണ സമയത്ത് പിശാച് 3 കെട്ടിടും. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ബുഖാരി മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. പിശാച് 3 കെട്ടിടും, 3 കെട്ടുകൾ ഇടുന്നു. എന്നിട്ട് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ഒരാൾ എഴുന്നേറ്റു, ഉണർന്നിട്ട് അല്ലാഹുവിനെ അവൻ ഓർത്താൽ അഥവാ അൽഹംദുലില്ലാ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു കെട്ട് അഴിയും. പിശാചിട്ട ശൈത്താനിട്ട ഒരു കെട്ട് അൽഹംദുലില്ലാ പറഞ്ഞാലേ അത് അഴിയും. രണ്ടാമത്തേതോ ഒരാള് വുളൂ ചെയ്താൽ ആ പിശാചിട്ട രണ്ടാമത്തെ കെട്ടും അഴിയും. മൂന്നാമത്തെ കെട്ടഴിയണമെങ്കിൽ അവൻ സുബ്ഹി നിസ്കരിക്കണം. ഇത് 3 ഇല്ലാത്തവനോ തുടർന്ന് ആ ഹദീസിൽ പറയാ, ഇങ്ങനെ ഈ പിശാച് രാത്രിയിൽ ഇട്ട ഈ 3 കെട്ടുകളും അഴിഞ്ഞാൽ അന്നത്തെ അവന്റെ ദിവസം നശീത, വലിയ ഉന്മേഷമുള്ളവനായിരിക്കും. അവന്റെ മനസ്സിന് വല്ലാത്ത ശാന്തിയും വല്ലാത്ത ഒരു ഉന്മേഷം, ജോലി ചെയ്യാനോ എല്ലാത്തിനും കുടുംബത്തോട് ഒരു പകയും വിദ്വേഷവും ഒന്നും അവന്റെ മനസ്സുകളിൽ ഉണ്ടാവില്ല. എന്ത് വേണം? രാത്രി എല്ലാവർക്കും 3 കെട്ടുകൾ പിശാചിടുന്നുണ്ട്. ആ 3 കെട്ടുകൾ അടിഞ്ഞാൽ അവന്റെ മനസ്സ് നല്ല ശുദ്ധമായ മനസ്സിന്റെ ഉടമയായിരിക്കും. ഇനി ആ കെട്ടുകൾ അഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലിയില്ല, അതുപോലെ വുളൂ ചെയ്തില്ല, സുബ്ഹി നമസ്കാരം നിർവഹിച്ചില്ല എങ്കിൽ അവൻ നേരം വെളുക്കുന്നത് ഖബീസൻ നഫ്സി കസ്ലാൻ, ചീത്ത മനസ്സിന്റെ ഉടമയായിട്ട് മറ്റുള്ളവന് പകയും ദേഷ്യവും, മറ്റുള്ളവൻ എങ്ങനെ പറ്റിക്കണം ചതിക്കണം, എങ്ങനെ മനസ്സ് ദുഷിച്ച മനസ്സുമായിട്ട്
കെസിലാൻ മടിയനായിട്ടായിരിക്കും അന്ന് ഒരു പ്രവർത്തനത്തിന് ജോലി ചെയ്യാനും പോകാനോ ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാകണം എന്തുകൊണ്ടാന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ 1400 മുമ്പേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും നാം ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നാളെ പരലോകത്ത് മറ്റു സമുദായങ്ങളിൽ നിന്ന് എന്റെ സമുദായത്തെ വേർതിരിച്ചറിയുക. ഫഇന്നഹും യഅതൂന മുഅജ്ജിരീന മിനൽ വുളൂഅ്. ഞാൻ ഹൗലിന്റെ അരികെ നിൽക്കുമ്പോ കൈകാലുകളും മുഖവുമെല്ലാം പ്രകാശിക്കുന്ന ആളുകളായി എന്റെ സമുദായം എന്റെ അടുക്കലേക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നാളെ പരലോകത്ത് വേർതിരിച്ചറിയുക. നമ്മുടെ വുളൂഅ് ചെയ്ത കാരണത്താൽ നമ്മുടെ കൈകാലുകളെല്ലാം അതീവ സുന്ദരന്മാരായി പ്രകാശിക്കുന്ന രീതിയിലാണ് വുളൂഅ് ചെയ്യുന്ന ശരീരങ്ങൾ ഉണ്ടാവുക എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി അപ്പൊ നല്ല നിലക്ക് വുളൂഅ് ചെയ്തു. വുളൂഇന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി എല്ലാ ദിവസവും വേണ്ടതാണ്. ഇത് റമദാൻ മാസത്തിൽ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, മരിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് വുളൂഅ് ചെയ്തു. പക്ഷെ വുളൂഇന്റെ ശേഷമുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. പല ആളുകളോടും സംസാരിക്കുമ്പോ ആ ഒരു പ്രാർത്ഥന പല ആളുകളും ചെയ്യാറില്ല എന്നത് സത്യമാണ്. നമ്മളടക്കമുള്ള ആളുകൾ ഒന്നിരിക്കൽ നമ്മളെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ പിശാച് നമ്മളെ മറപ്പിക്കുന്നു. അതിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയും വിവിധങ്ങളായ രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രൂപമെങ്കിലും വുളൂഇന്റെ ശേഷമുള്ള പ്രാർത്ഥനയായി നമ്മൾ കൊണ്ടുവരാം. വുളൂ ചെയ്ത് നമ്മൾ അവിടുന്ന് ഇവിടെത്തുമ്പോഴേക്ക് നമുക്ക് ആ പ്രാർത്ഥന നിർവഹിക്കാം. അവിടെ തന്നെ നിന്ന് ചെല്ലണമെന്നൊന്നുമില്ല. നമ്മൾ ഏതായിരുന്ന വുളൂഇന്റെ ശേഷമുള്ള പ്രാർത്ഥന എല്ലാ സമയത്തും ഞാനും നിങ്ങൾ നിർവഹിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. വിവിധങ്ങളായ റിപ്പോർട്ടുകളിൽ നിന്ന് മഹാന്മാരാകുന്ന സലഫി പണ്ഡിതന്മാർ 3 ഹദീസുകളിൽ വിവിധങ്ങളായ രീതിയിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ഇതാണ്. ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിന്റെ തുടർന്ന് റസൂലുള്ളാഹി പറയുന്നത് സ്വർഗം നമുക്ക് കൊതിയുണ്ട്. പക്ഷെ ആ സ്വർഗത്തിന് ചെറിയ ഒരു പരിപാടി ചെയ്താൽ പോലും സ്വർഗത്തിന്റെ ഉന്നതമായ പദവി കിട്ടുമെന്ന് പറയുമ്പോ അതിന് അധ്വാനിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറല്ല. റസൂലുള്ളാഹി പറയുന്നോക്ക് ആ ഒരു പ്രാർത്ഥന ഒരാൾ പതിവാക്കിയാൽ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, 8 കവാടങ്ങൾ, വിവിധങ്ങളായിരിക്കുന്ന പേരുകളിലുള്ള കവാടങ്ങൾ ഇതിനു മുമ്പ് ഖുതുബയിൽ പറഞ്ഞതായി ഓർക്കുന്നു. ആ 8 കവാടങ്ങളിലൂടെയും പറഞ്ഞു ഒരാൾക്ക് ഏതിലാണോ അവന്റെ ഇഷ്ടം 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും. എന്നിട്ട് അവന് ഏത് കവാടത്തിലൂടെ കയറാനാണോ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണോ ഇഷ്ടം, അതിലൂടെ പ്രവേശിക്കാനുള്ള അനുമതി ആ ആളുകൾക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തേ വേണ്ടു ഏതായിരുന്നു നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ആ എടുത്തിട്ട് ഒരു മിനിറ്റ് വേണ്ട, ഒരു അര മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന ഈ ദിക്റിന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പഠിപ്പിച്ചതുപോലെ അവരെ മനസ്സിലാക്കിയതുപോലെ കേട്ടൊരു കാര്യം നമ്മുടെ മനസ്സുകളിൽ നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കുക. ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ എന്റെ സർവ്വവുകളിലും ഞാൻ ഈ പ്രാർത്ഥന ഞാൻ ഒരു കാലത്തും മറക്കൂല എന്ന് തീരുമാനിച്ചാൽ ഈ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ നമ്മുടെ നിസ്കാരം എടുത്തു, അതിനുശേഷമുള്ള പ്രാർത്ഥന കഴിഞ്ഞു. ഇനി രാത്രി നമസ്കാരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉറക്കം നിന്നുണർന്ന് അർദ്ധരാത്രിയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്ത് വേണം, ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ സുബഹിന്റെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കൃത്യമായ ഇതിന് സമയം കണ്ടെത്തണം. രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം, അതിന് വിത്ർ എന്ന പേര് പറയും, തഹജ്ജുദ് എന്ന പേര് പറയാ. നമ്മൾ റമദാനിൽ തറാവീഹ് എന്ന പേര്. എല്ലാ നിസ്കാരവും ഒന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ നമസ്കരിച്ചത് 11 റക്അത്താണ്. എന്നാൽ ചില ആളുകൾ ഇശാഇന് ശേഷം ഒരു 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുണ്ടാവില്ല, രാത്രി തഹജ്ജുദ് എന്ന നിസ്കാരം ഉണ്ടാവില്ല. അപ്പൊ ഉണരും എന്ന് നമ്മളൊക്കെ തീരുമാനിച്ചാൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് എഴുന്നേൽക്കാം അല്ലെ? അങ്ങനെ എഴുന്നേൽക്കുന്ന എന്ന ഉറപ്പുള്ള ആളുകൾ അവരെന്ത് ചെയ്യാതിരിക്കലാണ് നല്ലത്.
പിന്നെ ഈ ഒറ്റയാക്കുന്ന നമസ്കാരങ്ങൾ ഇശാഇന്റെ ശേഷം വിത്റായി നമസ്കരിക്കാതിരിക്കലാണ് നല്ലത്. അത് അർദ്ധരാത്രിയിലേക്ക് അങ്ങോട്ട് സുബഹിന്റെ മുമ്പേക്ക് മാറ്റി വെക്കുക. എന്നാൽ 11 റക്അത്തുകൾ ഉണ്ട്. ആ 11 റക്അത്തിൽ 1 2 അല്ലെ ഒരു 4 റക്അത്ത് ഇശാഇന്റെ ശേഷം നിസ്കരിക്കുക. 4 അത് 5 ആകരുത്, ഒറ്റയാകരുത്, ഇരട്ടയായി നിസ്കരിക്കുക. എന്നിട്ട് ബാക്കിയുള്ള റക്അത്തുകളെ എവിടേക്ക് മാറ്റിവെക്കാം? ഈ വുളൂ ചെയ്ത് അതിനുശേഷം പ്രാർത്ഥന നിർവഹിച്ച് ആ സുബഹിക്ക് മുമ്പുള്ള ആ സമയത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതായിരുന്നു. ഏറ്റവും നല്ലത് പിന്നെ 11 റക്അത്താകാം. ഇനി 9 ആണ് നിസ്കരിക്കുന്നത് എങ്ങനാകാം? അല്ലെങ്കിൽ 7, 5, 3, ഒന്നുമില്ലെങ്കിൽ 1. അത് ഏറ്റവും ഹൈറായിട്ടുള്ള നമുക്കൊക്കെ പതിവാക്കാൻ കഴിയുന്നത് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കുക, രാത്രി നമസ്കാരം നിർവഹിക്കുക എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂല് ആ സമയത്ത് റസൂലുള്ളാഹി എഴുന്നേറ്റിട്ട് കാലിൽ നീര് വന്നിട്ടുണ്ടാകുമായിരുന്നു. റസൂലുള്ളാഹിന്റെ എല്ലാ ദിവസവും കാലിൽ നീര് വന്നിട്ട് റസൂലുള്ളാഹിക്ക് നടക്കാൻ പോലും കഴിയൂല. ആ തരത്തിൽ അള്ളാഹുവിന്റെ റസൂല് രാത്രി നമസ്കാരം നിർവഹിക്കുമായിരുന്നു. ആ സമയത്ത് ആയിഷ ബീബി ചോദിക്കുന്നുണ്ട്, എന്താ നബിയെ ഈ കാണുന്നത്? എന്തിനാ നബിയെ അങ്ങയുടെ മുൻകഴിഞ്ഞു പോയ ഇനി വരാനിരിക്കുന്ന എല്ലാ തെറ്റുകളും അല്ലാഹ് പുറത്തു തന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മറുപടി നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ ഞാൻ എന്ന. പ്രിയപ്പെട്ടവരെ, നമുക്കുമാകണ്ടേ അതുപോലെ. അള്ളാഹുവിന്റെ റസൂല് നന്ദിയുള്ള അടിമയാകാനാണ് ഞാനിതൊക്കെ ചെയ്യണത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിഅമത്തുകളും അനുഗ്രഹങ്ങളും എല്ലാം വാരിക്കോരി ഓചാരമായി ചെയ്തു തരുന്ന ആ റബ്ബിന് നന്ദിയുള്ള ഒരു അടിമയായി തീരാൻ പ്രിയപ്പെട്ടവരെ ഇത്രയെങ്കിലും ഒക്കെ വളരെ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണം എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. പഠിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് അടുത്ത ആഴ്ചയാകുമ്പോഴേക്ക് ഈ പറഞ്ഞൊക്കെ മറന്നുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇന്ന് തന്നെ ഈ നിമിഷം മുതൽ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉറപ്പിക്കുകയും ഞാൻ ചെയ്യും, എന്റെ പരലോകത്തിന് വേണ്ടി എന്റെ ഹബീബ് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലാത്ത മടിയന്മാര് മരിക്കുന്നത് വരെ അങ്ങനെ മരണം ഒരിക്കലും നമുക്ക് ഓർക്കാൻ കഴിയാത്തതാണ്. എപ്പോഴാണ് വരിക എന്നറിയില്ല. ഇന്ന് നമ്മൾ കേട്ടത് പ്രിയപ്പെട്ടവരെ എം മദനി എന്ന ചെറുപ്പ പ്രായം മുതൽ യുവത്വത്തിന്റെ പ്രസരിപ്പ് മുതൽ രോഗാവസ്ഥയിലേക്ക് അവശനായി കിടക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഓടി നടന്ന ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പ് മാറാത്ത ചെറുപ്പക്കാരനെ പോലെ ഓടി നടന്ന എം മദനി എന്ന മുഹമ്മദ് മദനി, അദ്ദേഹത്തിന്റെ മരണവാർത്ത ഞാൻ നിങ്ങളും ഒക്കെ കേട്ടു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാത്തവരില്ല. ഏതൊരു വിഷയം കൊടുത്താലും അദ്ദേഹത്തിന് ഏതൊരു വിഷയം കൊടുത്താലും ആ വിഷയത്തിലൊക്കെ എങ്ങനെയെങ്കിലും മരണത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ചർച്ച വരാത്ത കടന്നു വരാത്ത ഒരു പ്രഭാഷണങ്ങളും നമ്മുടെ എം മദനിയുടേത് കേട്ടിട്ടുണ്ടാവില്ല. മരണത്തെ കുറിച്ച് പറയാത്ത, പരലോകത്തെ കുറിച്ച് പറയാത്ത, ഖബറിനെ കുറിച്ച് പറയാത്ത ഒരു പ്രഭാഷണവും ഒരു ഖുതുബയും എം മദനിയുടേതായിട്ടുണ്ടാകും. അത്രത്തോളം പരലോകത്തെ കുറിച്ച് ഈ സമുദായത്തിന്റെ മനസ്സുകളിലേക്ക് അതിന്റെ ഭയാനകതയും അത് അവിടുത്തെ സ്വർഗത്തിന്റെ വിജയവും പറഞ്ഞുകൊടുത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ച മഹാനായ എം മദനി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാവട്ടെ. നല്ല മനസ്സിന്റെ ഉടമ, ശത്രുക്കൾക്ക് പോലും ഒന്നും പറയാനില്ലാത്ത ആ ഒരു അവസ്ഥ. എം മദനിയെ കുറിച്ച് ആരെക്കുറിച്ചും പല അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും എല്ലാ അഭിപ്രായ ഭിന്നതകൾ ഉള്ളവർക്കും എം മദനിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഇടപെടലുകളിലോ ഒരു അനാവശ്യമായ അതല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ശത്രുക്കൾ പോലും മറ്റുള്ള ആളുകൾ പോലും പ്രിയപ്പെട്ടവരെ അംഗീകരിക്കാത്ത വിഷയമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ പരലോക ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും അദ്ദേഹം ചെയ്ത എല്ലാ യാത്രകളെയും തൗഹീദിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിമിഷം വരെ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين.